ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. ഇവിടെ നിന്ന് സ്വാമിമാരെല്ലാവരും ശബരിമലയ്ക്ക് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ കെട്ടുന്നറയാണ്. നേരത്തെ എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. 5 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ തുടങ്ങിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങ് കാണുന്നത്. അപ്പോൾ കാണാനുള്ള നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അടുത്തുള്ള വലിയച്ഛന്മാരും ഫാമിലിയൊക്കെ വന്നു. നമ്മളിവിടെ 6 പേരാട്ടോ സ്വാമിമാരായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കെട്ടുന്നറയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ പൂജ എന്തൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇവർ ഞങ്ങളുടെ തറവാട്ട് അച്ഛൻ്റെ വലിയച്ഛൻ്റെ ഫാമിലി അങ്ങനെയായിട്ടാണ് റിലേഷൻ ഉള്ളത്. മറ്റേ കൊട്ടണ ചിൽ സാധനം ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തുടങ്ങിയാലേ വേഗം ഇവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ തുടങ്ങാൻ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തു. ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം ഇവർ അമ്മയുടെ ഒരു മോനുണ്ട്, അവൻ കന്നിസ്വാമിയാണ്, ആദ്യമായിട്ട് മാലയിടുകയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ചിട്ടും കെട്ടുന്നറിയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് ശരിക്കും നമ്മൾ കാണണം. സ്വാമിമാരെ എല്ലാവരും കൂടി ഇരുന്ന് ശരണം വിളിക്കുന്നതും അത് കേട്ട് നമ്മൾ തിരിച്ചു ചൊല്ലുന്നതും നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ എണീച്ചുകൊണ്ട് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശരണം വിളിക്കുന്നത് കൊണ്ട് ഉറക്കമൊക്കെ പോയി. നമ്മൾ നോലുമ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ത്തേങ്ങ നിറയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. ഏകദേശം കുറച്ച് ചടങ്ങൊക്കെ കഴിഞ്ഞു. വേറൊരു കന്നിസ്വാമി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം സമയം 8 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറേ ആയിട്ടോ ഇവിടേക്കൊക്കെ വന്നിട്ട്. കുളത്തൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇവരെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മേലോട്ട് നടക്കണം. ഇനിയിപ്പോൾ അതേപോലെയുള്ള ചടങ്ങ് അവരെ വീട്ടിലും ചെയ്യണം. ഈ പൂജാരി വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ കസിൻ തന്നെയാണ്. അടുത്തുള്ള സ്വാമിമാരൊക്കെ വന്നിരുന്നു. ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ടാട്ടോ ഒരുമിച്ച് പോണത്. അങ്ങനെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പിന്നെ അതുമാതിരി ചമ്മന്തി ഉണ്ടായിരുന്നു. സമയം കുറച്ചായതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. കുറച്ച് പേര് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഞങ്ങളൊക്കെ പിന്നെ ഉള്ളിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ സ്വാമിമാർ ആദ്യം കഴിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ആദ്യം ചടങ്ങ് നടന്ന വീട്ടിലേക്ക് തന്നെ പോന്നു. ഇവിടെ വെച്ചിട്ടാണ് സ്വാമിമാർ പോണത്. നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതാട്ടോ ഈ കാണുന്നത്. എല്ലാ ചടങ്ങും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ദക്ഷിണ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫോൺ ചാർജിലായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അവിടെ പോയിട്ടുള്ള ഒരു ചേട്ടൻ ശ്രീകുട്ടനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കെട്ടൊക്കെ അവർ തലയിൽ വെച്ച് ഇറങ്ങാൻ നിന്നു. എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. പിന്നെ ബാക്കോട്ട് നടക്കും വേണം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അവർ പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും തേങ്ങ ഉടച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇവർക്ക് പോകാനുള്ള ട്രാവലർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയൽവാസികൾ സ്വാമിമാരുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അവർ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവർ തിരിച്ചു വരുമ്പോഴേക്ക് 2-3 ദിവസം ആവും. പോണ വഴിക്ക് ഏതൊക്കെ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടായിരിക്കുമല്ലോ അവർ പോവുക. അവർ പറയണ കേൾക്കണതാണ്, അറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു വണ്ടിയിൽ ബാഗും കവറൊക്കെ കയറ്റി വെച്ചു. പോണതിന് മുന്നേ ഒരു വണ്ടിയുടെ മുന്നിൽ വെച്ചിട്ട് പൂജയൊക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പൻ്റെ ഫോട്ടോയിൽ ഒരു മാലൊക്കെ വെച്ച് അതുപോലെ ഒരു വാഴൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂജിച്ചിട്ടാണ് ഇവർ വണ്ടിയൊക്കെ എടുത്തത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നോണ്ടാ തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ. എൻ്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് ശബരിമലയ്ക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവർ പോണത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനിങ്ങോട്ട് വന്നത്. ഇവർക്ക് ഏകദേശം പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.